ഹായ് ഓൾ, നമസ്കാരം. 14/5/2024 കേരള PSC നടത്തിയ LGS, ആയ, കാവടി തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചത്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, അത് ശരിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു, അതും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, അത് തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. അപ്പോൾ അത് തെറ്റാണ്. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നു, അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. ഏതാണ് വരുന്നത്? പ്രസ്താവന 3 ആണ് ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കാനുണ്ടായ കാരണങ്ങൾ? കർഷകരുടെ ദുരിതങ്ങൾ, അതൊരു കാരണമായിരുന്നു അല്ലേ? കർഷകരുടെ ദുരിതങ്ങൾ. കരകൗശല തൊഴിലാളികളുടെയും ദാരിദ്ര്യം, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം അതും ഉണ്ടായിരുന്നു കാരണം. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ അതും ഒരു കാരണം തന്നെയായിരുന്നു. ശിപായിമാരുടെ ദുരിതങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ അതും ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ഈ 4 കാരണങ്ങളും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇവയെല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ സമരം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ആയിരുന്നു. ഈ ലഹളയെ ശിപ്പായി ലഹള എന്നും ചെകുത്താൻ്റെ കാറ്റ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ശിപ്പായി ലഹള, ചെകുത്താൻ്റെ കാറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. നാലാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫലിയെയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത്. അരുണ അസഫലി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം? 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇംഗ്ലീഷുകാർ ഇന്ത്യ വിടുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് ഈ സമരത്തിനോടനുബന്ധിച്ചിട്ടായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയതും ഈ ഒരു സമരത്തിനോടായിരുന്നു. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രമേയം. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യസെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. സൂര്യസെൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്.
മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. അത് ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ശരിയാണ്. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1921 മലബാർ കലാപം. 7ാമത്തെ ചോദ്യം. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം. നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം 1932 നിവർത്തന പ്രക്ഷോഭം. മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹം. കാലക്രമത്തിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഏതാണ്? ആദ്യം കുണ്ടറ വിളംബരമാണ്. ആദ്യം കുണ്ടറ വിളംബരം 1 വരുന്നത് അല്ലേ? അപ്പോൾ ഡി ക്യാൻസൽ ചെയ്യാം. ഡി ക്യാൻസൽ ചെയ്ത് അടുത്തത് 2ാമത് ഏതാ വരുന്നത്? 1891 മലയാളി മെമ്മോറിയലാണ്. 1891 മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ വരുന്നത് 3 ആണ്. 3 വരുന്ന ഓപ്ഷൻസ് നോക്കാം. 3 വരുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വന്നത്? സി ആണ് ഉത്തരം. സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 8ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും അവരുടെ സംഘടനകളും ആണ് ചേരുംപടി ചേർക്കേണ്ടത്. ആദ്യത്തേത് അയ്യങ്കാളി. അയ്യങ്കാളി ഇതിലേതാണ്? സാധുജന പരിപാലന സംഘമാണ്. സാധുജന പരിപാലന സംഘമാണ് അയ്യൻകാളി. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം ആരുടേതാ? വാഗ്ഭടാനന്ദന്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളുടേതാണ് ഏത്? സമത്വ സമാജം. അപ്പോൾ ഇവിടെ 1 ഏതാ വരുന്നത്? സാധുജന പരിപാലന സംഘം 2. 1, 2 ആണ്. 1, 2 വരുന്ന ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെ 1, 2 വരുന്ന ഓപ്ഷൻസ് ഉള്ളൂ? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ എ 1, 2 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം 1, 2 അത് ശരിയാണ്. അടുത്തത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. 2, 3 ആണ്. 2, 3 വരുന്നത് അതും കറക്റ്റാണ്. അടുത്തത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന് ഏതാണ്? ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘമാണ് വാഗ്ഭടാനന്ദൻ. 3, 4 ആണ്. 3, 4 വരുന്നതും ഇതിൽ കറക്റ്റ് തന്നെയാണ്. അടുത്തത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം 4, 1 ഇതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 9ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമി രചിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആത്മോപദേശ ശതകം ആരുടേതായിരുന്നു? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റേതായിരുന്നു ആത്മോപദേശ ശതകം. അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ പ്രസ്താവന, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം അത് ശരിയാണ്. ടി കെ മാധവൻ നേതൃത്വം നൽകി. ടി കെ മാധവൻ നേതൃത്വം നൽകി അതും ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനായിരുന്നു. എ കെ ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. എ കെ ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. മന്നത്തു പത്മനാഭൻ സവർണ ജാഥ നയിച്ചു അത് ശരിയാണ്. അപ്പോൾ ഇവിടെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ട് വന്നത്. ഇവിടെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ
ബി ആണ് അപ്പോൾ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ഉത്തരം. വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നു? 1924 മുതൽ 25 വരെ ആയിരുന്നു വൈക്കം സത്യാഗ്രഹം. പ്രധാന നേതാവ് ടി.കെ. മാധവനായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26. 1950 ജനുവരി 26. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭരണഘടനാ ഭേദഗതി 2002ലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാകിയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 21A ആണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പറയുന്നത്. ഭരണഘടനയുടെ ഭാഗം 3ലാണ് ഈ ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത്. ഭാഗം 3ലാണ് 21A കൂട്ടിച്ചേർത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4Aയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഭാഗം 3 എന്താണ് പറയുന്നത്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളെയാണ് ഭാഗം 3ൽ പറയുന്നത്. ഭാഗം 4ൽ പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം 4ൽ. ഭാഗം 5ൽ യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം. സ്വത്തവകാശം മൗലിക അവകാശമാണോ? അല്ല. സ്വത്തവകാശം ആദ്യം മൗലിക അവകാശമായിരുന്നു, ഇപ്പോൾ മൗലിക അവകാശമല്ല. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി. ഇപ്പോൾ അത് 300Aയിൽ ആണ് കൂട്ടിച്ചേർത്തത്. 300A വകുപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഉത്തരം ഏതാണ്? അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മൗലിക അവകാശമാണ്. എന്നാൽ സ്വത്തവകാശം മൗലിക അവകാശമല്ല. അത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്ത് മാറ്റി. ഇപ്പോൾ അത് 300A എന്ന വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12ാം ഭാഗത്തിലെ 300Aയിലാണ് ഇപ്പോൾ സ്വത്തവകാശം ഉള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഏതാണ്? ബ്രിട്ടനാണ്. ബ്രിട്ടനാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 17ാമത്തെ ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. ഓം ബിർള. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏവ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. അത്
ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ആയിരുന്നില്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അത് ശരിയാണ്. 1952 അസാമിൽ ഗവർണറായി ചുമതലയേറ്റു. 1952 അസാമിൽ ഗവർണറായി ചുമതലയേറ്റു. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ്. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് എയും സ്റ്റേറ്റ്മെൻറ്റ് സിയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി, എയും സിയും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? ഏതാണ്? ഗോവയായിരുന്നു. ഗോവയായിരുന്നു പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉള്ള പ്രദേശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആര്? വിക്രം സാരാഭായി ആണ് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി. വിക്രം സാരാഭായ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയായിരുന്നു? റഷ്യയുടെ സഹായത്തോടെ. റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 22ാമത്തെ ചോദ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത്? 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. എന്തായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 12ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്? 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. മാനവ ശേഷി വികസനം ഏത് പദ്ധതിയാണ്? മാനവ ശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മാനവ ശേഷി വികസനം. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് ഏത് പദ്ധതിയാണ്? എത്രാമത്തെ പദ്ധതിയാണ്? 10ാമത്തെ പദ്ധതിയാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം എത്രാമത്തെ പദ്ധതിയാണ്? 11ാമത്തെ പദ്ധതിയാണ്. 11ാമത്തെ പദ്ധതിയാണ് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. സുസ്ഥിര വികസനം 12ാമത്തെ പദ്ധതി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? ഏതൊക്കെയാണ്? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, അത് ശരിയാണ്. കെട്ടിട നികുതി അടയ്ക്കലും സഞ്ജയ മുഖേനയാണ്, അതും ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം, അത് ശരിയാണ്. മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സഞ്ജയ മുഖേനയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? സേഫ് കേരളയാണ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏതാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ?
നർമ്മദ താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന മറ്റ് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? സബർമതി, മാഹി, ലൂണി. സബർമതി, മാഹി, ലൂണി. ഈ 3 നദികളും ഉപദ്വീപീയ നദികളാണ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കാവേരി. മഹാനദി, ഗോദാവരി, കാവേരി ഒക്കെ ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. അറബിക്കടൽ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടൽ. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 1 പ്രൊജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ. ചന്ദ്രയാൻ 1 പ്രൊജക്റ്റ് ഡയറക്ടർ അണ്ണാദുരൈ ആണ്. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തുവേൽ. ഡോക്ടർ പി വീരമുത്തുവേൽ ആണ് ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 27ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? നീർവാർച്ചയുള്ള മണ്ണ്. നീർവാർച്ചയുള്ള മണ്ണാവണം ഏലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് ഉത്തരം? ആന്ധ്രാപ്രദേശ് ആണ് ഉത്തരം. ആന്ധ്രാപ്രദേശ് ആണ് ഉത്തരം. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. മഹാരാഷ്ട്ര അറബിക്കടലിൽ ഉൾപ്പെടുന്ന സംസ്ഥാനമാണ്. ആന്ധ്രാപ്രദേശ് എവിടെയാണ് വരുന്നത്? ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലാണ് വരുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്നത്. PSCയുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. PSCയുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പക്ഷേ തെറ്റ് പഠിക്കരുത്. ആന്ധ്രാപ്രദേശാണ് ഉൾപ്പെടാത്തത്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ്. 29ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. എന്നാൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനോ? ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇത് രേഖാംശ സ്ഥാനമാണ്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. അടുത്ത ചോദ്യം. ഗംഗാനദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഗംഗാനദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. ഇത് തെറ്റാണ്. ഗംഗാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? ഗംഗോത്രി ഹിമാനിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്നു തെറ്റാണ്. എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ പതിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ പതിക്കുന്നത്. 2900 കിലോമീറ്റർ നീളം എന്നത് തെറ്റാണ്. എത്രയാണ്? 2510 കിലോമീറ്റർ നീളമാണ് ഗംഗയ്ക്കുള്ളത്. 2510 കിലോമീറ്റർ നീളം. ടാങ് ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. ഗംഗയുടെ പോഷക നദിയാണ്. അത് ശരിയാണ്. ഗംഗയുടെ പോഷക നദികളിൽ പെട്ടതാണ് ടാങ് ടോക്ക്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗംഗാനദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ടാങ് ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം.
വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതി. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ ആണ്. ഫെർട്ടിഗേഷൻ രീതിയാണ് വെള്ളവും വളവും കണികാരൂപത്തിൽ നൽകുന്നത്. ഫെർട്ടിഗേഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എന്താണ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് എന്താ? മണ്ണില്ലാതെ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അടുത്ത ചോദ്യം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. അത് ശരിയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ ആണോ? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ തെറ്റാണ്. ഏതാണ്? പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പുഴയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പുഴ ഭാരതപ്പുഴയാണ്. അടുത്തത്, ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ശരിയാണ്. ആനമല എവിടെയാണ്? തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടക്കുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏത്? 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ് 2023 വയലാർ അവാർഡ് നേടിയ കൃതി. ആർക്കായിരുന്നു കിട്ടിയത്? ശ്രീകുമാരൻ തമ്പിക്ക്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 35ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത്. 2023 ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത് ചെറുധാന്യ വർഷം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 36ാമത്തെ ചോദ്യം, പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരംപുഴ. മുതിരംപുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ്. മുതിരപ്പുഴ എന്നും പറയും. പെരുഞ്ചാംകുട്ടിയാർ. പെരുഞ്ചാംകുട്ടിയാർ പെരിയാറിൻ്റെ പോഷക നദിയാണ്. പെരിയാറിൻ്റെ പോഷക നദിയാണ് പെരിഞ്ചാംകുട്ടിയാർ. തൊടുപുഴയാർ, ഇതും പെരിയാറിൻ്റെ പോഷക നദി തന്നെയാണ്. കട്ടപ്പനയാർ. കട്ടപ്പനയാറും ശരിയാണ്. കട്ടപ്പനയാറും ശരിയാണ്. ഈ 4 നദികളും പെരിയാറിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതം, അതുമായി ബന്ധപ്പെട്ട ജില്ലയാണ് നെയ്യാർ. നെയ്യാർ ഏത് ജില്ലയിലാണ്? നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരം. ചെന്തുരുണി. ചെന്തുരുണി എവിടെയാ? കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. കരിമ്പുഴ. കരിമ്പുഴ മലപ്പുറത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. കൊട്ടിയൂർ. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് വരുന്നത്? എ ആണ് വരുന്നത്. 1, 1, 2, 2, 3, 3, 4, 4 എന്നീ വരുന്നത് എ ഓപ്ഷനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? 2023 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ആർക്കായിരുന്നു? ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. ഇവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? MR
mRNA വാക്സിൻ വികസിപ്പിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവിക്കുളം ദേശീയ ഉദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവിക്കുളം. അത് ശരിയാണ്. ഇരവിക്കുളം ദേശീയ ഉദ്യാനം എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ് ഇരവിക്കുളം ദേശീയ ഉദ്യാനം. ഇടുക്കി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. അത് ശരിയാണ്. വരയാടുകളെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന ദേശീയ ഉദ്യാനം കൂടിയാണ് ഇരവിക്കുളം. 1978 നിലവിൽ വന്നു. 1908 നിലവിൽ വന്നു. അത് ശരിയാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ ഇരവിക്കുളം ദേശീയോദ്യാനം അറിയപ്പെടുന്നില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഏതാണ് തെറ്റായ പ്രസ്താവന? 4 ആണ് വരുന്നത്. 4 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 4 മാത്രം. കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്? 5 ദേശീയ ഉദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ്? ഇരവിക്കുളം, പെരിയാറ്, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? പോത്തുകൽ. പോത്തുകലാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ്. അടുത്തത്, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ടു കായൽ. വേമ്പനാട്ടു കായലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ടു കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. പള്ളിവാസലും ചെങ്കുളം. പള്ളിവാസൽ, ചെങ്കുളം ഇത് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത നിലയങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. അത് ശരിയാണ്. തീരപ്രദേശത്തെ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. അത് ശരിയാണ്. സഹ്യപർവ്വതനിരയുടെ ഭാഗം. അത് തെറ്റാണ്. സഹ്യപർവ്വതനിരയുടെ ഭാഗം അല്ല. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം. അല്ല, തെറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമാണോ? അല്ല, അതും തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 മാത്രം. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായി ഉച്ചഭക്ഷണ പദ്ധതി, വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കത്തിയവാർ പീഠഭൂമി. അത് തെറ്റാണ്. കത്തിയവാർ പീഠഭൂമിയല്ല. സുന്ദർബൻ ഡെൽറ്റ. അത് ശരിയാണ്. സുന്ദർബൻ ഡെൽറ്റയാണ്. ആരവല്ലി ഉപദ്വീപ്. ആരവല്ലി ഉപദ്വീപാണോ? അല്ല, അതും തെറ്റാണ്. ഹുഗ്ലി പർവ്വതം. ഹുഗ്ലി പർവ്വതമാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സുന്ദർബൻ ഡെൽറ്റ.